അവിടെ കിടന്ന് കോറി കൂകി. അന്നേരം വല്ല ഈ പിള്ളേർ കേട്ടു. പിന്നെ ഫോൺ വിളിച്ച് എല്ലാരെയും വരുത്തി. അല്ലെ ഈ പന്നിയെ തിന്നേച്ച് കാട്ടുപന്നിയെ പിടിച്ച് തിന്നേച്ച് കിടക്കുവായിരുന്നു. അത് അതിന്റെ ബാക്കി അവിടെ കിടപ്പുണ്ട്. അത് നിങ്ങൾ പോയി എടുക്കണം, ഫോട്ടോ എടുത്ത് കാണിക്കണം, അല്ലെ ജനം വിശ്വസിക്കുകയല്ല. ശകലം പുറകോട്ട് മാറിയിട്ട് ഒരു ചെറിയ കപ്പലാവുണ്ട്. ആ കപ്പലാവ് കയറി ഞാൻ അവിടെ ഇരുന്നു. ആ കടുവ അവിടെ തന്നെ 1 മണിക്കൂർ സമയം അവിടെ തന്നെ സ്പോട്ടിലുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങാടിക്കടയിലേക്ക് വിളിച്ച് അവിടെ നിന്ന് ആൾക്കാർ വന്നു. ആൾക്കാർ വണ്ടിക്ക് വന്ന് ഇവിടുന്ന് 2-3 പേരെ ഇറങ്ങി വന്നപ്പോഴാണ് കടുവ പയ്യെ ഇറങ്ങി പോകുന്നത്. എതിരെ കടുവ ഇറങ്ങി പോയെന്ന് ചോദിച്ചു. അമ്പുള്ളി ഇങ്ങനെ ഈ മരത്തിന്റെ ഇതിൽ ഇറങ്ങി പോയെന്ന്. താഴേക്ക് ഇറങ്ങി. അതെ. അപ്പൊ ഇങ്ങനെ താഴേക്ക് പോയെന്ന് പറയുമ്പോൾ ഞാൻ നോക്കണം എന്നാൽ കാൽപ്പാട് കാണാവോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പാട് നോക്കി പോകുന്നതാണ് ഇങ്ങനെ പന്നിയുടെ ജടകൾ കാണുന്നത്. പാട് കണ്ടോ? കാൽപ്പാട് കണ്ടു. കണ്ടല്ലേ? ഇത് നല്ല വ്യക്തമായിട്ട് ഇത് നല്ല വ്യക്തമായിട്ട് കിട്ടും. ഇത് ഞാൻ ഫോറസ്റ്റുകാരെ കാണിച്ചു കൊടുക്കുന്നത്. കടുവ കടന്ന സ്ഥലമാണ്. പുള്ളി അകത്തേക്ക് കയറിയത്. അടുക്കളക്കകത്ത് നാടിനെ പിടിച്ചു. അന്നേരം എന്റെ പട്ടി 2 കൂടെ ചാടി ഈ കടുവയുടെ മണ്ടയിൽ കയറി. അങ്ങനെ പട്ടിയെ 2ന്റെയും കഴുത്ത് കടിച്ചോടിച്ചു. സ്ഥിതി വളരെ ഗുരുതരമാണ്. ഒരു തരത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയല്ല. വന്യമൃഗങ്ങളുടെ ശല്യം അതുപോലത്തെ ശല്യമാണ്. അല്ലാതെ ഒരു നിവൃത്തിയില്ല. എന്റെ 15 ആടിനെ കൊണ്ടുപോയി. ഞങ്ങൾ കുറച്ച് മുകളിൽ എത്തിയപ്പോഴേക്കാണ് കടുവ ഞങ്ങളുടെ ഒച്ച കേട്ടോണ്ടാണ് താഴേക്ക് ഇറങ്ങിയത്. ഞാൻ ഇതിനെക്കുറിച്ച് ഫോറസ്റ്റുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്നത് ക്യാമറ ട്രാക്ക് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്ത് ആക്കി നടപടികൾ സ്വീകരിക്കാമെന്നാണ് പറഞ്ഞത്. ജനങ്ങളുടെ ഭീതി അകറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അങ്ങാടിക്കടവ് എന്ന് പറയുന്ന പ്രദേശത്താണ്. അയ്യങ്കുന്ന് പഞ്ചായത്തിന് കീഴിലുള്ള ഒരു പ്രദേശമാണ്. ഇന്ന് രാവിലെ ഈ ഒരു പ്രദേശത്ത് ഒരു കടുവയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കടുവയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഒരു ചേട്ടൻ അദ്ദേഹത്തിൻ്റെ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ കടുവ അവിടെ ഒരു പന്നിയെ പിടിച്ചിട്ട് തിന്നാനായിട്ട് തുടങ്ങുന്ന സമയത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം പേടിച്ച് മരത്തിൽ കയറുകയൊക്കെ ചെയ്തെന്നൊക്കെയാണ് കേൾക്കുന്നത്. സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ അവിടെ നേരിട്ട് ചെന്ന് കണ്ട് ബോധ്യപ്പെടാനായിട്ട് പോവുകയാണ്. ഈ ഒരു പ്രദേശം അങ്ങാടിക്കടവ് പ്രദേശം എന്ന് പറഞ്ഞാൽ തികഞ്ഞ ജനവാസ മേഖലയാണ്. ഇത്തരം സംഭവങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് സംഭവിക്കുന്നത്. ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഒരു റബ്ബർ തോട്ടത്തിൽ കൂടെയൊക്കെയാണ് ഈ ഒരു പ്രദേശത്തേക്ക് വന്നത്. ഒരു 1.5 കിലോമീറ്റർ നമ്മൾ അങ്ങാടിക്കടവ് ടൗണിൽ നിന്ന് 1.5-2 കിലോമീറ്റർ മാറി ഇപ്പോൾ മുകളിലേക്ക് കയറിയാണ് ഈ ഒരു പ്രദേശത്ത് എത്തിയിരിക്കുന്നത്. അവിടെ ഒരു ചേച്ചിയെ നമ്മൾ കണ്ടിരുന്നു. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? ചിന്നമ്മേന്ന്. എന്താ ചേച്ചി ഇവിടുത്തെ സ്ഥിതി? ഇവിടുത്തെ സ്ഥിതി വളരെ ഗുരുതരമാണ്. ഒരു തരത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയല്ല. വന്യമൃഗങ്ങളുടെ ശല്യം അതുപോലത്തെ ശല്യമാണ്. അതിന് എന്തെങ്കിലും ഒരു തടയിടണം. ഒന്നെങ്കിൽ ഇങ്ങനെ പെരുകാതെ എന്തെങ്കിലും. മനുഷ്യനൊക്കെയാണ് ഫാമിലി പ്ലാനിങ് ഉണ്ട്. ഇത് മൃഗത്തിന് ഇത് എന്നതാ ചെയ്യാൻ മേലാത്തത്? ഇവർക്ക് ഇങ്ങനെ പെരുകാതിരിക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കണം. അല്ലാതെ ഒരു നിവൃത്തിയില്ല. എന്റെ 15 ആടിനെ കൊണ്ടുപോയി. അത് ഇപ്പൊ ഒരു കൊല്ലം 2 കൊല്ലം ആകുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച 3 എണ്ണത്തിനെ കൊണ്ടുപോയി. കഴിഞ്ഞ ആഴ്ചയിലെ. കാരണം എനിക്ക് സുഖമില്ല. ഈ തലയിൽ ഈ മരക്കം പറയുന്നൊന്നും കേട്ടില്ലല്ലോ. അല്ല, ആരാ പറയാനുള്ളത്? ഞാനിവിടെ ഒറ്റയ്ക്ക്. എന്റെ കെട്ടിയവൻ ജമ്മുവില ജോലി ചെയ്യുന്നത്. അവിടെ കൊണ്ടുപോയി. അപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്ക് ആരെങ്കിലും കൂട്ടിന് പിള്ളേരെ കൂട്ടും. അങ്ങനെ അങ്ങ് പോകുന്നതാ. ഈ 2 വർഷത്തിനിടയ്ക്ക് 15 ആടിനെ കൊണ്ടുപോയി. 15 ആടിനെ. ഫോറസ്റ്റുകാരൊക്കെ അറിയിച്ചായിരുന്നോ? അറിയിച്ചു. അവർ വന്ന് കാണുകയും ചെയ്തു. എല്ലാത്തിനെയും അല്ല, പെരക്കകത്ത് കയറി പിടിച്ചു. ഒരെണ്ണത്തിന് ഞാൻ പുറത്ത് കെട്ടാൻ മേലാഞ്ഞിട്ട് പെരക്കകത്ത് കിട്ടി. അടുക്കളക്കകത്ത്. ആ അടുക്കളക്കകത്ത് നാടിനെ പിടിച്ചു. അന്നേരം എന്റെ പട്ടി 2 കൂടെ ചാടി ഈ കടുവയുടെ മണ്ടയിൽ കയറി. അങ്ങനെ പട്ടിയെ 2ന്റെയും കഴുത്ത് കടിച്ചോടിച്ചു. ആ പട ഭയങ്കര പ്രശ്നമായി. ഞാനിത് വേറെ പട്ടി വന്ന് കടിച്ചു. ആടിനെ പെരക്കകത്ത് കയറി പിടിക്കുന്നുള്ളൊരു ധാരണയില്ലല്ലോ. ഈ ലൈറ്റ് ഇടാതെ ഇറങ്ങി ചെന്നിട്ട് ഒരു കട്ടളപ്പടി കിടന്നു. വേറെ പട്ടിയാന്നോർത്തോണ്ട് ഞാൻ അതിനെ അടിച്ചു. അതിൻ്റെ ഈ ഒരു കൈ ഇങ്ങനെ തിരിഞ്ഞു നിന്നടിച്ചപ്പോൾ ഒരു കൈക്ക് എന്തോ പറ്റി. അങ്ങനെ പറ്റിയത് താഴോട്ട് വീണു. അങ്ങനെ കയറിപ്പോ. അപ്പം ഈ രാത്രി റബ്ബർ വെട്ടുന്ന ഒരുത്തനുണ്ടായിരുന്നേ. അവന്റെ അടുത്തോട്ടാ ചെന്നു. അവൻ ആ റബ്ബർ വെട്ടുന്നു. പിന്നെ അവൻ ആ പറമ്പിൽ റബ്ബർ വെട്ടാൻ വന്നിട്ടില്ല. എത്ര ഇതായിട്ട്. ഇതിപ്പോ ഇന്ന് രാവിലെ ഇവിടെ എന്താ സംഭവിച്ചത്? ഇന്ന് രാവിലെ ഞങ്ങൾ കയറി പോരുമ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. എന്നിട്ട് വന്ന് ഇവരുടെ വീട്ടിലെ കിടന്നത്. എന്റെ ആങ്ങളയുടെ വീട്ടിൽ. അവിടുന്ന് എന്റെ പശുവിനെ ഞാൻ അവിടെ കൊണ്ട് കെട്ടിയിട്ടാ പോയത്. അല്ലെ കൊണ്ടുപോവുകയല്ലേ. എന്നിട്ട് പശുവിനെ അഴിച്ച് ഞാൻ ഇവിടെ കയറി വരുമ്പോ ഈ പശു മുന്നോട്ട് നടക്കുന്നില്ല. അപ്പൊ ഒരടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഇങ്ങനെ വെച്ചോണ്ട് എന്തോ ഒരു അപകട സൂചനയാ. അപ്പൊ ഞാൻ വേഗം താഴെ ഇറക്കി കെട്ടി. എന്നിട്ട് അപകട സൂചന പോലെ തോന്നിയാണ് ഞാൻ അതിനെ വലിച്ച് താഴെ ഇറക്കേണ്ട. സ്കൂട്ടി ഇടുന്ന ഒരു ഷെഡുണ്ട്, ചെറിയ ഇത് കൊണ്ട് വലിച്ചു കെട്ടിയേ. അവിടെ കൊണ്ട് കെട്ടിച്ച് ഞാൻ കയറി പോന്നു. എനിക്ക് ഇപ്പോൾ മരുന്നും കഴിക്കേണ്ടതുണ്ട്. അവിടെ കയറി ചെന്ന് മരുന്നും കഴിച്ച് ഇച്ചിരി നേരം കിടന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ കൊച്ചു വന്നിട്ട് വിളിച്ചു. എന്റെ ആങ്ങളുടെ മോള് വന്നിട്ട് വിളിച്ചു, മമ്മ ഇങ്ങനെ കടുവയായിരുന്നത്. അതുകൊണ്ട് കടുവയുണ്ട്, കടുവയാന്ന് എനിക്ക് തോന്നി. പക്ഷെ കണ്ടില്ല ഞാൻ. മണമുണ്ട്, ഒരു പൊട്ടുമണമുണ്ട്. അത് ആന വന്നാലും നമുക്കറിയാം, ആനച്ചൂരെന്ന് പറയും. കടുവ വന്നാലും ഈ വൃത്തികെട്ട ഒരു മണമുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഇതിലാണ് ഇതിപ്പോ എത്ര പ്രാവശ്യമായി. എത്ര പ്രാവശ്യം എന്ന് പറയാൻ ഞാൻ പറയില്ല, ഇതിന്റെ തള്ളപ്പശുവിനെ പിടിച്ചിട്ട് മാന്തി കീറി പൊളിച്ച് അന്ന് കുറച്ച് പേര് വന്നു. അത് മയങ്ങിയപ്പോഴത്തേന് ഇവര് വന്നു. അതിപ്പം ഒരു 1.5 കൊല്ലം മുമ്പ് അവര് വന്നു. അത് കണ്ട് അതിന്റെ നടപടി ഒരു മാസത്തിനിടയ്ക്ക് ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്.
സ്ഥിരമുണ്ട്. അതുകൊണ്ടല്ലേ ഇങ്ങനെ താഴോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഈ ചേട്ടൻ എന്നിട്ട് അങ്ങോട്ട് പോയോ? ആര്? മറ്റേ ചേച്ചിയുടെ ആങ്ങളാ അവൻ അവിടെ കിടന്ന് കോറി കൂകി. അന്നേരം അല്ലേ ഈ പിള്ളേർ കേട്ടു. പിന്നെ ഫോൺ വിളിച്ച് എല്ലാരെയും വരുത്തി. അല്ലെ ഈ പന്നിയെ തിന്നേച്ച് കാട്ടുപന്നിയെ പിടിച്ച് തിന്നേച്ച് കിടക്കുമായിരുന്നു. അത് അതിന്റെ ബാക്കി അവിടെ കിടപ്പുണ്ട്. അത് നിങ്ങൾ പോയി എടുക്കണം, ഫോട്ടോ എടുത്ത് കാണിക്കണം, അല്ലെ ജനം വിശ്വസിക്കുകയാണ്. അപ്പം പോരാത്തിന് ഈ രാഷ്ട്രീയക്കാര് നമ്മളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെട്ടിമുറിക്കാനുള്ള പണികളാണ് നോക്കുന്നത്. ഏത് രാഷ്ട്രീയം എന്നും പറഞ്ഞാൽ ശരിയാകില്ല, പറയാൻ നമുക്ക് കൊള്ളിയല്ല. അപ്പൊ അതിന്റെ പേരില് അത് പുറമേ കണ്ടു കഴിഞ്ഞാൽ ജനത്തിന് മനസ്സിലാവുമല്ലോ ഇത് എത്രയാന്ന് പറഞ്ഞാൽ. ഇതിപ്പോ ഒറ്റ ഇതായിട്ട് കിടക്കുന്ന കാരണം ഞങ്ങള് കുടുംബക്കാരെ എല്ലാരും കൂടെ കൈവശം വെച്ച സ്ഥലമായി ഇത്. അപ്പൊ ഞങ്ങളുടെ ആൾക്കാർ തന്നെ അധികമുള്ളത്. വിറ്റുപോയത് ഈ പറമ്പ് ഇപ്പൊ വിറ്റുപോയി. അപ്പൊ പുള്ളി നേരിട്ട് കണ്ടോ ഇതിനെ? പുള്ളി കണ്ടു. അല്ല കാറി കൂകിയത് അവിടെ കിടന്നു. പേടിച്ചു പോയില്ലേ? ഇവൻ അങ്ങോട്ടും മേലെ കാടല്ലേ, ഓടത്തില്ല, ശരീരം തളരും ഈ കോപ്പിനെ കണ്ടു കഴിഞ്ഞാൽ. നമ്മൾ മനസ്സ് പേടിച്ചാൽ. എനിക്ക് പല അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇവൻ കാറി കൂകി. പിന്നെ എല്ലാരും കൂടെ ഓടി വന്നിട്ട് തന്നെ കാര്യം ഇത് എങ്ങോട്ടാ പോയെന്ന് പിന്നെ കണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സാധനം പോയതാണോ എങ്ങോട്ടേലും മാറി വരും. ഈ പാറക്കെട്ടിൽ എവിടെയില്ല ജനവാസമായിരുന്നു. ഇവിടെ റോഡൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോ എല്ലാരും താഴോട്ട് പോയി. അത് കഴിഞ്ഞാണ് ഇത് കൂടുതലും റബ്ബർ തോട്ടവും തെങ്ങും ആളുകൾ താമസിക്കുന്നുണ്ട്. ഉണ്ട്. ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ 50 മുതൽ ഇവിടെ ഞങ്ങള് താമസിച്ചോണ്ടിരുന്നത്. എന്റെ ചാച്ചനൊക്കെ താമസിച്ചോണ്ടിരുന്നതാ. കാരണം ചാച്ചന് കച്ചവടമായിരുന്നു. ചാച്ചൻ താമസിച്ചില്ലെങ്കിലും പണിക്കാർ ഇവിടെ. എല്ലാവരും താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ഇപ്പൊ ബാക്കിയുള്ളവരുടെ അവസ്ഥ ഇതായില്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്നാന്ന് വെച്ചാൽ ഈ മൃഗം പെരുകുന്നത് കൊണ്ടാണ്. ഈ മൃഗം പെരുകാതിരിക്കുവാണെങ്കിൽ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ശല്യമില്ല. അഥവാ 1 2 ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നടപടി മറ്റുള്ളവർക്ക് ഇന്നത്തെ സാഹചര്യത്തില് അതൊന്നും നടക്കുകയില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും വരികയില്ല. പക്ഷെ ഞങ്ങളെ പോലെ ഉള്ളവർക്ക്, ഇത്രയും ശല്യമുള്ളവർക്ക്, പറമ്പുള്ളവർക്ക് ഒരു തോക്കിന് ലൈസൻസ് ഒക്കെ തരുവാണെങ്കിൽ ഈ നമ്മുടെ പറമ്പിൽ ഇറങ്ങുന്ന ഈ പന്നി അങ്ങനെയുള്ളതിനെ ഞങ്ങൾ കളയും. ഇതിപ്പോ അതും തരികയില്ല. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ചെന്നു. അവിടെ ഫോറസ്റ്റുകാരും പോലീസുകാരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. എന്തോ പേടിക്കണ്ടേ? മാറും. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അപ്പച്ചനെ വിളിക്കും. മാത്യു റിക്കാടിക്കല്. ചേട്ടനാ നേരിട്ട് കണ്ടതല്ലേ? അതെ. എത്ര മണിയായപ്പോഴാണ് സംഭവം? രാവിലെ ഒരു 10 മണിയോടുകൂടി. 10 മണിക്ക്. ഇത് ചേട്ടൻ്റെ പറമ്പ് തന്നെയാണ്? അല്ലേ, ഞങ്ങളുടെ ഫാമിലി പറമ്പ് ആണല്ലേ. അവിടെ ചെന്നപ്പോൾ എങ്ങനെയാ അത് പെട്ടെന്ന്? ഞാൻ കുരങ്ങ് ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട്. കുരങ്ങിനെ ഓടിക്കാൻ വേണ്ടി ഞാൻ വന്നതായിരുന്നു. കുരങ്ങിന് ഒരപശബ്ദമായിട്ട് കുരങ്ങ് കാണുന്ന ഒച്ച കേട്ടോണ്ടാണ്. എൻ്റെ പറമ്പാണ് ഇതിനോട് ചേർന്നുള്ള പറമ്പ്. അപ്പോൾ അതെന്താ നോക്കാൻ വേണ്ടി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുരങ്ങെല്ലാം കൂടെ ചാടിപ്പോയി. കുരങ്ങെല്ലാം കൂടെ ചാടിപ്പോയി കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കടുവ കിടക്കുന്നത്. ഞാനുമായിട്ടൊരു 3 മീറ്ററിൻ്റെ അകലത്തിൽ അടുത്തു. 3 മീറ്റർ അകലേ ഉള്ളൂ. അത്ര അടുത്തപ്പോൾ ഞാൻ പുറകോട്ട് മാറി, ശകലം പുറകോട്ട് മാറിയിട്ട് ഒരു ചെറിയ കപ്പലാവുണ്ട്. ആ കപ്പലാവ് കയറി ഞാൻ അവിടെ ഇരുന്നു. ആ കടുവ അവിടെ തന്നെ കിടന്നു. എന്നിട്ട് ഞാൻ അവിടെ അപ്പോഴും പോയില്ല. ഇല്ല, പോയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ പോകുന്നു. 1/2 മണിക്കൂർ സമയം അവിടെ തന്നെ സ്പോട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അങ്ങാടിക്കടയിലേക്ക് വിളിച്ച് അവിടെ നിന്ന് ആൾക്കാർ വന്നു. ആൾക്കാർ വണ്ടിക്ക് വന്ന് ഇവിടുന്ന് 2-3 പേരെ ഇറങ്ങി വന്നപ്പോഴാണ് കടുവ പയ്യെ ഇറങ്ങി പോയത്. അത് കഴിഞ്ഞിട്ടാണ് ഒരു പന്നിയെ പിടിച്ച് തിന്നതിൻ്റെ പകുതി പന്നിയുടെ ഭാഗം അവിടെ കിടപ്പുണ്ട് ഇപ്പോൾ. കടുവ അങ്ങോട്ട് ദേശം അങ്ങോട്ട് പയ്യെ അങ്ങനെ ഓടുവൊന്നുമില്ല. ഇത് വന്ന ആൾക്കാരും കണ്ടു. വന്ന ആൾക്കാർ അവർ ശ്രദ്ധ വന്നയാൾ ആ പുള്ളി ആദ്യം വന്ന് ഇങ്ങനെ ഇതിനു മുന്നേ ഉണ്ട്. കടുവ ഉണ്ട്, പലതും പിടിച്ചിട്ടുണ്ട്. ആ, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നേരിട്ട് ഇങ്ങനെ അടുത്ത് കണ്ടതും ഇങ്ങനെ എത്ര സമയം ഇവരായിട്ട് നേരിട്ട് നോക്കി കണ്ണി നോക്കിക്കൊണ്ട് നിൽക്കേണ്ട വന്നത് ഇങ്ങനെ ഒരു അദ്ദേഹം പോവാം. എനിക്കിപ്പോൾ ഞാൻ പേടിച്ചില്ലായിരുന്നു. താഴെ കുറച്ച് താഴെ. അപ്പം അങ്ങനെ നോക്കി വന്നപ്പോഴാണ് എന്നെ കണ്ടവിടെ കുരങ്ങ് പോയി. ഞാൻ നേരിട്ട് നോക്കിയല്ലോ പോകുന്നത്. അത് തൊട്ടടുത്തെത്തിപ്പോയി. ഇങ്ങനെ കൈ മുമ്പോട്ട് വെച്ച് കിടക്കുക. അത് ഞാൻ തൊട്ടടുത്ത് ഒരു കപ്പലാവിൻ്റെ ഇത്ര ഹൈറ്റിൽ, എൻ്റെ ഒരു ഹൈറ്റിൽ ഒരു കപ്പലാവിൻ്റെ കവറെ കയറി. അപ്പം ഞാൻ ആദ്യം 3 മീറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് 2-3 കാലം പുറത്തോട്ട് പോയത്. അപ്പം കടുവ നേരത്തല്ലേ കിടക്കുന്നത്. അപ്പം ഞാൻ ആ കടുവ ഇവര് ഉപയോഗിച്ചിട്ടേക്കാം. പിന്നെ കത്തിക്കാന്ന് പറഞ്ഞത് ഭയങ്കര സൗണ്ടുള്ളായത്. അങ്ങോട്ടൊന്ന് ഇറങ്ങി പോവാട്ടോ. വനമായി പോയില്ലേ? ഉപയോഗിക്കാണ്ട് കിടന്ന് വനമായില്ലേ? വനം പോലെ ആയില്ലേ? പിന്നെ
ഇതൊക്കെ ഓരോരുത്തരുടെ പറമ്പാട്ടോ. പക്ഷെ വനം തോറ്റൂല ആ രീതിയിലായി. താഴേക്ക് വഴിയുണ്ടോ? ഇനിയും താഴെ പോണോ? ഇതൊന്നും ഫോറസ്റ്റ് അല്ല കേട്ടോ, ഇതെല്ലാം ആളുകളുടെ സ്ഥലമാണ്. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ ആളുകൾ താഴേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ വിധിക്കാതെ കളഞ്ഞ് വനം പോലെ ആയി. പശുവിനെ തീറ്റലും ആടിനെ തീറ്റലും മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പുള്ളി എന്തിനാ ഇവിടെ പോയേ? കുരങ്ങനെ ഓടിച്ച പോന്നെ, നടന്നു തന്നെ പോകാൻ പറ്റുന്നു. നല്ല കശുമാവാട്ടോ ഈ നിൽക്കുന്നതൊക്കെ. പണ്ടത്തെ കശുമാൻ തോട്ടങ്ങളും റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്. അതുണ്ടോ, ഇതൊക്കെ റബ്ബറാണ്. കാട് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാട്ടോ എല്ലാ സാധനവും. ഭാവിയിൽ മലയോര മേഖലകളിലുള്ള പല പ്രദേശങ്ങളും ഇതുപോലെ ആകും കേട്ടോ. എവിടെയാ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ചെറുത് പണിയുണ്ടായിരുന്നു. ബെഡായിട്ട് വെച്ചാൽ മതിയായിരുന്നു. ഇനി പറ്റിയായിരുന്നു. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇന്നുമില്ലല്ലോ. സത്യമല്ലേ? വെട്ടുന്ന റബ്ബറല്ലേ? ഈ റബ്ബർ വെട്ടുന്ന കേട്ടോ. പ്ലാസ്റ്റിക് ഉണ്ടോ? ഇങ്ങനെ ആട് കളിക്കാണ്ടിട്ടതല്ലേ? കുളമായിപ്പോയി. ഇനിയിപ്പോൾ ഒരു ആട് കളിക്കണമെങ്കിൽ ഇവിടെ കിടന്നേ. കടുവ കിടന്ന സ്ഥലമാണ്. പുള്ളി അത്ത കയറിയിരുന്നേ? അവരുടെ പറമ്പല്ലേ? തറവാട് സ്ഥലം. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജെയ്സൺ തോമസ്. നിങ്ങളൊക്കെ വന്ന സമയത്താണോ കടുവ ഇറങ്ങിപ്പോയതല്ലേ? അതെ അതെ, ഞങ്ങൾ കുറച്ച് മുകളിൽ എത്തിയപ്പോഴത്തേക്കാണ് കടുവ ഞങ്ങളുടെ ഒച്ച കേട്ടോണ്ടാണ് താഴേക്ക് ഇറങ്ങി പോകുന്നത്. ഇതിന് മുന്നേ ഈ പ്രദേശത്ത് നിങ്ങൾ കടുവ കണ്ടിട്ടില്ല. കടുവയുടെ സാന്നിധ്യം ഉണ്ടല്ലേ? ആടിനെയൊക്കെ പിടിക്കുന്ന. അതെ, ഞാൻ വരുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ അപ്പഞ്ചേട്ടൻ ചേട്ടൻ ആ മരത്തിലെ ആകാശമാവിൻ്റെ അവിടെ കയറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കടുവയ്ക്ക് എരുന്ന പിടിക്കുക അത്രയും പൊക്കം ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞങ്ങൾ വേഗം വന്ന് പുള്ളിനെ സഞ്ചിയൊക്കെ മേടിച്ച് താഴെ ഇറക്കി കഴിഞ്ഞ് ഞാനിങ്ങനെ എതിരെ കടുവ ഇറങ്ങി പോയെന്ന് ചോദിച്ചു. പുള്ളി ഇങ്ങനെ ഈ മരത്തിന്റെ ഇതിൽ ഇറങ്ങി പോയത് താഴേക്ക് ഇറങ്ങി. അതെ, അപ്പൊ ഇങ്ങനെ താഴേക്ക് പോയെന്ന് പറയുമ്പോൾ ഞാൻ നോക്കണം എന്നാൽ കാൽപ്പാട് കാണാവോ നോക്കട്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പാട് നോക്കി പോകുന്നതാണ് ഇങ്ങനെ പന്നിയുടെ ചിറകുകൾ കാണുന്നത്. പാട് കണ്ടോ? കാൽപ്പാട് കണ്ടു. കണ്ടല്ലേ? ഇവിടെ എവിടെയെങ്കിലും അടുത്ത് കാൽപ്പാട് ഇവിടെ തൊട്ട് താഴെ ഉണ്ട്. ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ്. ഏതായാലും വന്നില്ല അവിടെ നിന്ന്. ഇതിലിങ്ങനെ താഴേക്കല്ലേ പോയേ? അതെ അതെ, പുള്ളി കുരങ്ങനെ ഓടിച്ച് വന്നല്ലേ? പുള്ളിയുടെ പറമ്പിൽ കുരങ്ങന്റെ ശല്യമുണ്ട്. അപ്പൊ കുരങ്ങിനെ ഓടിക്കാൻ വേണ്ടി പുള്ളി വന്നതാണ്. ഇതല്ലേ കാൽപ്പാട്? ശരിക്കും ഇതാ. എവിടെയാ? ഇതല്ലേ കറക്റ്റ് വട്ടമൊക്കെ ഉണ്ട്. ഓ ഇതാ, ഇത് നല്ല വ്യക്തമായിട്ട് ഇതാ, ഇത് നല്ല വ്യക്തമായിട്ട് കിട്ടും. ഇത് ഞാൻ പുറത്തേക്ക് കാണിച്ചു കൊടുക്കുന്നത്. അവിടെ നേരം ഇതല്ലേ? ഒരു മിനിറ്റ് ചേട്ടാ, ഇത് ഒന്ന് അങ്ങോട്ട് അടുത്ത് കൊണ്ടുപോയി എടുക്കാവോ? ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിന്നിപ്പോവും. അതിൻ്റെ അടുത്ത് പിടിച്ചൊന്ന് ഇതെല്ലാം തൊട്ടേ, അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടെ ഇച്ചിരി പൊക്കി പിടിച്ചേ. ആ സ്ക്രീനെല്ലാം തൊട്ടേ. സ്ക്രീൻ എത്തില്ല. ഒന്നടെ അടുത്ത് പിടിച്ചോ. ആ സ്ക്രീനെ തുറന്നോ? ഒന്ന് കാണുന്നുണ്ടോ? ഓ ഏതായാലും താഴേക്കല്ല പോയേ? ഇതിലാട്ടോ പോയേ. ഇത് ശരിക്കും ആ പുള്ളി എല്ലാ ദിവസവും ഇവിടെ വരുന്നതല്ലേ ചേട്ടൻ? അതെ. ഓ, ഇതിലെങ്ങനെ വരുന്നു? ശരിക്കും പേടിയാണ്. സമ്മതിക്കണമല്ലേ? എല്ലാവരും താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പറമ്പിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അതെ,
ഇത് പിന്നെ എന്നാ വെച്ചാൽ ഇവരുടെ നമുക്കറിയാം അയ്യങ്കുന്ന് പഞ്ചായത്ത് ഏറെക്കുറെ 46 കിലോമീറ്ററോളം ഫോറസ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങൾ സാധാരണ ഉണ്ടാകാറുള്ള ഒരു പ്രദേശമാണ്. ആന അടക്കമുള്ള എല്ലാ വന്യജീവികളും ഇവിടെ ഇറങ്ങി നിർബാധം കർഷകരുടെ കൃഷിയിടങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇന്ന് ഈ സ്ഥലത്തിൻ്റെ ഉടമ വള്ളിക്കാവൻ അപ്പഞ്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നോക്കാൻ വേണ്ടി വന്നപ്പോൾ നമുക്കറിയാം തെങ്ങിൽ കുരങ്ങിൻ്റെ ശല്യം ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹം കുരങ്ങനെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് അദ്ദേഹം ഈ ഒരു കടുവയുടെ മുമ്പിൽ പോയി പെട്ടത്. അദ്ദേഹത്തിന്റെ ദേവനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഏറെക്കുറെ ഒരു 10-15 അടി അടുത്തായി അദ്ദേഹം ആ കടുവയുടെ അടുത്ത് വരെ എത്തിയതാണ്. അദ്ദേഹം ആ ഒരു മരത്തെ കയറി ആണ് രക്ഷപ്പെട്ടത്. അപ്പം പറയുമ്പോൾ ഇവിടെ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് അട്ടിയോലി മേഖലയിൽ കടുവയുടെ സാന്നിധ്യം എപ്പോഴും തന്നെ ഉള്ളതാണ്. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ആൾക്കാരുടെ വളർത്തുമൃഗങ്ങൾ ആടിനെയൊക്കെ ഇതിനു മുമ്പ് ഇഷ്ടംപോലെ പിടിച്ചുകൊണ്ട് പോയതായ കാര്യങ്ങളിവിടെ ഉണ്ട്. നമുക്കറിയാം ഇവിടെ ഇത് ഫോറസ്റ്റിനുള്ള അതിർത്തി പങ്കിടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാർ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഇവിടെ നിന്ന് അവർ സ്ഥലം താഴെ സൈഡിലേക്ക് വീടുകൾ വെച്ച് മാറിയിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ പറമ്പുകളിൽ അവിടെയുണ്ട്. അപ്പം കുറേയേറെ പറമ്പുകൾ ഇങ്ങനെ തെളിക്കാതെ കിടക്കുന്നതൊക്കെ ഉണ്ട്. അവിടെ ഇപ്പം കാട്ടിലേക്കാളിലും കൂടുതലുള്ള വന്യമൃഗങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഫോറസ്റ്റുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്നത് ക്യാമറ ട്രാക്ക് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആക്കി നടപടികൾ സ്വീകരിക്കാമെന്നാണ് പറഞ്ഞത്. ജനങ്ങളുടെ ഭീതി അകറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതനുസരിച്ച് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്യുന്നുണ്ട്. ഒപ്പം നമുക്കറിയാം ഇതിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തുരത്താനുള്ള നടപടികൾ അല്ലെ പിടിച്ച് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. 46 കിലോമീറ്റർ വനാതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്താണ് അയ്യങ്കുന്ന് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ആ പ്രദേശത്തെ ആളുകളുടെ വിഷയമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതായത് മലമുകളിലുള്ള ആളുകളെല്ലാം താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പറമ്പെല്ലാം ഇപ്പോൾ വനം പോലെയായി. അപ്പോൾ കടുവയ്ക്കും മറ്റ് വന്യജീവികൾക്കൊക്കെ ഇപ്പോൾ വലിയ സൗകര്യമാണ്. ആദ്യം സംസാരിച്ച ചേച്ചി പറഞ്ഞത് ആ ചേച്ചിയുടെ 10-15 ആട് 2 വർഷത്തിനാക്കി പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് അവർ സംസാരിച്ചത്. കടുവേനെ അവരും നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ ഇവിടെ പലരും നേരിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇത് കടുവയാണോ എന്നുള്ളത് ഇനി ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം വരാനുണ്ട്. എങ്കിൽ പോലും അത് കടുവയാണ്, അവർ കണ്ടതാണ്. ഏതായാലും കടുവയാണെന്നുള്ളത് തന്നെയാണ് അവർ കണ്ട ആളുകൾ നമ്മളോട് സംസാരിച്ചത്. അവർക്ക് കടുവയെ നേരിട്ട് കണ്ടാൽ അറിയാം എന്നും അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു. ഏതായാലും വലിയ ഭീതി തന്നെയാണ് അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ഈ അങ്ങാടിക്കടവ് പ്രദേശം ഒക്കെ ഉള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാനായിട്ട് സാധിക്കുള്ളൂ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്